ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി സി ജനറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് ഇന്ന് നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇത് 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഡി സി ആർമേച്ചർ വൈൻഡിങ് ദ വേവ് വൈൻഡിങ് ഹാസ് ഡാഷ് പാരലൽ പാത്ത്. ഓപ്ഷൻസ് മെനി, 3, 4, 2. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഒരു ഡി സി ആർമേച്ചർ വൈൻഡിങ്ങിൽ വേവ് വൈൻഡിങ്ങിന് എത്ര പാരലൽ പാത്ത്? നമുക്കറിയാം വേവ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എ ഇസ് ഈക്വൽ ടു എത്രയാണ്? എ ഇസ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ ആൻസർ വരിക. എ ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു 2. ഇനി വേവ് ആണെങ്കിലോ, ലാപ്പ് ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു പി, എം പി എന്ന് പറയുന്നത്, എം എന്ന് പറഞ്ഞത് ഏതാണ്? പ്ലെക്സ്, സിംപ്ലെക്സ് ആണോ, ഡ്യൂപ്ലെക്സ് ആണോ, ട്രിപ്ലെക്സ് ആണോ എന്ന് വെച്ചിട്ട് എ ഈക്വൽ ടു എം പി ആണ് എന്തിൽ വരുന്നത്? ലാപ്പ് വൈൻഡിങ്ങിൽ വരുന്നത്. വേവ് ആണെങ്കിൽ എ ഈക്വൽ ടു 2. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 42nd ക്വസ്റ്റ്യൻ. എ കമ്മ്യൂട്ടേറ്റർ ഈസ് എ ഡിവൈസ് ഇൻ ഡി സി ജനറേറ്റർ ടു കൺവേർട്ട്. എ കമ്മ്യൂട്ടേറ്റർ ഈസ് എ ഡിവൈസ് ഇൻ ഡി സി ജനറേറ്റർ ടു കൺവേർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഡി സി ടു എ സി, സിംഗിൾ ഫേസ് ടു ത്രീ ഫേസ്, ത്രീ ഫേസ് ടു സിംഗിൾ ഫേസ്, എ സി ടു ഡി സി. നമുക്കറിയാം ഒരു ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എ സി ഇ എം എഫ് ആണ് ഉണ്ടാവുന്നത്, എ സി ആണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടണം? ഡി സി കിട്ടണം. അപ്പോൾ എ സിന് എന്തായി മാറ്റണം? ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എ സി അതിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് എ സി ടു ഡി സി. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്ത് കമ്മ്യൂട്ടേറ്റർ ഫംഗ്ഷൻ ചോദിക്കുന്നത്, കൺവേർട്ട് എ സി ടു ഡി സി. ഓക്കെ, അപ്പോൾ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞത് എ സി ആണ്. ആ എ സിനെ ഡി സി ആക്കുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 43rd ക്വസ്റ്റ്യൻ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്? എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ഉണ്ട്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? അതായത് ഒരു ജനറേറ്ററിൻ്റെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജനറേറ്ററിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നോർമലി ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലെൻസസ് ലോ ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ജനറേറ്ററിൻ്റെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ചെയ്താൽ. അല്ലാതെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചെങ്കിൽ എന്താണ്? ലെൻസസ് ലോ. ജനറേറ്ററിനാണ് ചോദിച്ചെങ്കിൽ എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ 4 ഫിംഗർ, 3 ഫിംഗേഴ്സാണ് നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടീച്ചറായി വെക്കുക. 4 ഫിംഗർ എന്ന് പറയുന്നത് എന്ത് കാണിക്കും? ഫീൽഡ് കാണിക്കുന്നു. അതുപോലെ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ മോഷനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ മിഡിൽ ഫിംഗർ എന്ത് കാണിക്കും എന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് കാണിക്കും. ഇതാണ് ആര് പറയുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ഓഫ് ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രഷസ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ്? ഒരു ഇലക്ട്രിക്കൽ മെഷീനിൽ ബ്രഷസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? കാർബൺ ബ്രഷസ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രഷസ് യൂസ് ചെയ്യുന്നത് കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാർബൺ ഉണ്ടോ നോക്കിയാൽ സിൽവർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, അയൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പാണ്, ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഫോമാണ് എന്ത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കും? സി, ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ബ്രഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ. ഫോർ സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ ഷണ്ട് ജനറേറ്റേഴ്സ് ആർ മോർ സ്യൂട്ടബിൾ ബിക്കോസ് ദെയർ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ്. ഓക്കെ, അത് സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഏത് ജനറേറ്ററാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഷണ്ട് ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ? വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഡ്രോപ്പിംഗ് ഉണ്ട് ഫസ്റ്റ്, ലീനിയർ, റൈസിങ്, ഐഡൻറ്റിക്കൽ. ഓക്കെ, നമുക്കറിയാം ഒരു ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരിക? ടെർമിനൽ വോൾട്ടേജ്
ലോഡ് കറണ്ട് IL ആണ്, ടെർമിനൽ വോൾട്ടേജ് VA ആണ്. എന്തുണ്ടാവും അവിടെ ഒരു ഡ്രോപ്പിംഗ് ക്യാരിയാണ് എന്ത് വരുന്നത്, നമ്മുടെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോപ്പിംഗ് ക്യാരിയാണ് എന്ത് വരിക നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഷണ്ട് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോപ്പിംഗ് ക്യാരി. ദാറ്റ് ഈസ് വെൻ ലോഡ് ഇൻക്രീസസ് ദ വോൾട്ടേജ് വിൽ ഡിക്രീസ്. വെൻ ലോഡ് ഇൻക്രീസസ് ദ വോൾട്ടേജ് വിൽ ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഡ്രോപ്പിംഗ് ക്യാരിയാണ് എന്തിൽ വരുന്നത്, ജനറേറ്റേഴ്സിൽ അല്ലെങ്കിൽ ഷണ്ട് ജനറേറ്ററിൽ വരുന്നത്. വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് ക്യാരിയാണ്. നെക്സ്റ്റ് 46th ക്വസ്റ്റ്യൻ. Which winding will provide the higher EMF for a DC generator when the number of poles and the number of armature conductor is fixed? The question നോക്കുക. Which winding will provide the higher EMF for a DC generator when the number of poles and number of armature conductors are fixed? അതായത് ഒരു DC ജനറേറ്ററിൻ്റെ EMF ആണ് ക്വസ്റ്റ്യൻ, EMF ആണ്. അതിലെന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് പോൾസും ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് P എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ എന്ന് വെച്ചാൽ Z എന്താണ്, ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആണെങ്കിൽ ഏത് വൈൻഡിങ്ങിലായിരിക്കും കൂടുതൽ EMF തരുന്നത്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേവ് വൈൻഡിങ് ഉണ്ട്, B ലാപ്പ് വൈൻഡിങ്, C ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ഡിസൈൻ, D എയ്തർ ഓഫ് A ആൻഡ് B എബവ്. ഒന്നുകിൽ A അല്ലെങ്കിൽ B. നമുക്ക് നോക്കാം ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ എന്താണ്? EMF ഇക്വേഷൻ EG ഈസ് ഈക്വൽ ടു 5ZNP ഡിവൈഡഡ് ബൈ 60A. ഓക്കെ, അതിൽ Z കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട്, ഫിക്സ്ഡ് എന്ന് പറയുന്നുണ്ട്, പിയും ഫിക്സ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? ഫ്ലെക്സ് അതിലൊന്നും പറയുന്നില്ല, അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. സ്പീഡും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. തൽക്കാലം ഇപ്പോൾ ഇക്വേഷൻ കണ്ടാൽ എന്ത് മനസ്സിലാവും? EG പ്രൊപ്പോർഷണൽ ടു 1/A എന്ന് മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏത് ടൈപ്പ് വൈൻഡിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ EG പ്രൊപ്പോർഷണൽ ടു IA ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. ഓക്കെ, അപ്പോൾ A കൂടി നമുക്ക് എന്താ വേണ്ടിയത്? ഹയർ EMF ആണ് ചോദിച്ചത്. ഹയർ EMF എന്ന് വെച്ചാൽ EG കൂടണം. EG കൂടണമെങ്കിൽ എന്താ കണ്ടീഷൻ? A എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയണം. A എന്ന് പറയുന്നത് കുറയണം. A എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പാരലൽ പാത്ത്. നമുക്ക് രണ്ട് ടൈപ്പ് വൈൻഡിങ് ആണുള്ളത്, ലാപ്പ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, വേവ് ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കുറവ് വരുന്നത് ഏതാ? ലാപ്പിലാണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? P ആയിരിക്കും. വേവിലാണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ് വരിക. അപ്പോൾ A ഈക്വൽ ടു 2 ആണ് എന്ത്, ഏറ്റവും മിനിമത്തിൽ വരുന്ന നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 വരുന്ന ഏതാ? 2 എന്ന് പറയുന്നത് വേവ് വൈൻഡിങ്. A ഈസ് മിനിമം ഇൻ ദ കേസ് ഓഫ് വേവ് വൈൻഡിങ്. ആൻസർ എന്തായിരിക്കും? വേവ് വൈൻഡിങ്. അപ്പോൾ സോൾവ് ചെയ്യുന്നത് EMF ഇക്വേഷൻ വെച്ചിട്ടാണ്. 5ZNP/60A. അതിൽ EG പ്രൊപ്പോർഷണൽ ടു 1/A. ഇതിൽ A എന്ന് പറഞ്ഞാൽ എപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ Aക്ക് വരുന്ന എപ്പോഴാണ്? വേവ് വൈൻഡിങ്ങിൻ്റെ കേസിലാണ് എന്ത് വരുന്നത്? A മിനിമം ആവുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹയർ EMF കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? വേവ് വൈൻഡിങ് ആണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 47th ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ബാറ്ററി ചാർജിങ്? ബാറ്ററി ചാർജിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഏതാണ്? DC ജനറേറ്റർ. നമുക്കറിയാം ബാറ്ററി ചാർജിങ്ങിൻ്റെ പ്രത്യേകത എന്താ? വോൾട്ടേജ് സോഴ്സ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. വോൾട്ടേജ് സോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ലോഡ് വേരി ചെയ്താലും വോൾട്ടേജിൽ എന്തുണ്ടാവാൻ പാടില്ല? വേരിയേഷൻ അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് നിയർലി കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് കിട്ടുന്ന ജനറേറ്റർ ഏതാണ്? നമുക്കറിയാം ഷണ്ട് ജനറേറ്റർ ആണ്. എന്ത്, നിയർലി വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് സോഴ്സ് ആയിട്ട് കിട്ടുന്നത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ് ബാറ്ററി ചാർജിങ് വേണ്ടത്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവും. ഷണ്ട് ജനറേറ്ററിനാണ് എന്തുണ്ടാവുന്നത്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. ആൻസർ ഏതായിരിക്കും? ഷണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ബാറ്ററി ചാർജിങ് വേണ്ടി ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണ്? DC ഷണ്ട് ജനറേറ്റർ ആണ് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 48th ക്വസ്റ്റ്യൻ. The type of generator used for arc welding purpose. The generator used for arc welding purpose. ഓക്കെ, ഓപ്ഷൻസ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, ഷണ്ട് ജനറേറ്റർ ഉണ്ട്, സീരീസ് ജനറേറ്റർ ഉണ്ട്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ആണെങ്കിൽ ലോഡ് കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആർക്ക് വെൽഡിങ്ങിൻ്റെ കേസിൽ എന്താണ്? വോൾട്ടേജ് നന്നായി കുറയും. പക്ഷേ ആർക്ക് വെൽഡിങ്ങിലൊക്കെ എന്താണ്? കറണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കൂടേണ്ടത്. കറണ്ട് കൂടണം. കറണ്ട് കൂടുന്ന വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അത് പവർ കോൺസ്റ്റൻ്റായി നിൽക്കുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് കറണ്ട് ഒരുപാട് കൂടുന്ന സമയത്ത് വോൾട്ടേജ് കുറയുന്നുണ്ട്. അപ്പോൾ ലോഡ് കറണ്ട് എന്താണ്? കൂടുതലാണ്. കറണ്ട് കൂടുതലാണ്, വോൾട്ടേജ് കുറവാണ്. ഏത് ജനറേറ്റർ വരിക? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. അതായത്
ലോഡ് കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് നല്ല രീതിയിൽ കുറയുന്ന ജനറേറ്ററാണ് എന്ത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. ബാക്കി ജനറേറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് വോൾട്ടേജ് കുറയുന്നത് അല്ലെങ്കിൽ കറണ്ട് കൂടുന്നത് എവിടെയാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററിലാണ്. അത് കാരണം ആർക്ക് വെൽഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജനറേറ്ററാണ് എന്ത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ആർക്ക് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജനറേറ്ററാണ് എന്ത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ. Next, 49th question. While Fleming's right-hand rule to find the direction of induced EMF, the thumb point towards. അത് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ തമ്പിൻ്റെ തമ്പ് എന്താണ് കാണിക്കുക, ദ തമ്പ് പോയിന്റ് ടുവേർഡ്സ്. ഓപ്ഷൻ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇഫ് ദ ഫോർ ഫിംഗർ പോയിന്റ് അലോങ് ദ ലൈൻ ഓഫ് ഫ്ലക്സ്. അത് ഫോർ ഫിംഗർ ഫ്ലക്സ് കാണിക്കുമ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് തമ്പ് കാണിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇഫ് ദ ഫോർ ഫിംഗർ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഫോർ ഫിംഗർ ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഡയറക്ഷൻ കാണിക്കുമ്പോഴാണ് തമ്പ് ഡയറക്ഷൻ ഓഫ് മോഷൻ കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ വെച്ചു. ഫോർ ഫിംഗർ എന്ത് കാണിക്കുന്നു പറഞ്ഞു, ഫീൽഡ് കാണിക്കുന്നു. ഫോർ ഫിംഗർ ഫീൽഡ് കാണിക്കുന്നു. മിഡിൽ ഫിംഗർ എന്ത് കാണിക്കുന്നു പറഞ്ഞാൽ EMF കാണിക്കുന്നുണ്ട്. എപ്പോഴാണ് EMF കാണിക്കുള്ളൂ, തമ്പ് എന്ത് കാണിക്കണം, മോഷൻ കാണിച്ചാൽ മാത്രമേ എന്തുള്ളൂ, മിഡിൽ ഫിംഗർ EMF കാണിക്കുള്ളൂ. അപ്പോൾ ഫോർ ഫിംഗർ ഫീൽഡ് കാണിക്കുന്നു, അങ്ങനെയാണെങ്കിൽ തമ്പ് എന്ത് കാണിക്കും, മോഷൻ ഓഫ് ദ കണ്ടക്ടർ കാണിക്കും. ഏത് ഓപ്ഷനാണ് വരിക, ഓപ്ഷൻ സി നോക്കിയ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇഫ് ദ ഫോർ ഫിംഗർ പോയിന്റ് അലോങ് ദ ലൈൻ ഓഫ് ഫ്ലക്സ്. ഫോർ ഫിംഗർ ഫ്ലക്സ് കാണിക്കുന്നുണ്ടെങ്കിലാണ് തമ്പ് എന്ത് കാണിക്കുക, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ കാണിക്കാം. കാരണം നാലാമത്തെ ഓപ്ഷൻ എന്താ, ഫോർ ഫിംഗർ എന്താ കാണിക്കുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ആണ് കാണിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ഫോർ ഫിംഗർ അല്ല കാണിക്കുന്നത്, ആരാ, മിഡിൽ ഫിംഗർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ഏതാ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇഫ് ദ ഫോർ ഫിംഗർ പോയിന്റ് അലോങ് ദ ലൈൻ ഓഫ് ഫ്ലക്സ്. ഓക്കെ. നെക്സ്റ്റ് 50th ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കമ്മ്യൂട്ടേറ്റർ ബ്രഷസ്. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂട്ടേറ്റർ ബ്രഷസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? കാർബൺ ആണ് നമുക്കറിയാം. ഇവിടെ ഓപ്ഷൻ കാർബൺ ഉണ്ട്, മൈക്ക ഉണ്ട്, കോപ്പർ ഉണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഗ്രാഫൈറ്റ് ആണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ ഡയറക്റ്റ് കാർബൺ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, ദ മെറ്റീരിയൽ ഫോർ കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് ഈസ് ജനറലി കാർബൺ. ഓക്കെ. നെക്സ്റ്റ് 51 ക്വസ്റ്റ്യൻ. ദ ആർമേച്ചർ കോർ ഓഫ് DC ജനറേറ്റർ ഈസ് യൂഷ്വലി മേഡപ്പ് ഓഫ്. ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചർ കോർ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? നമുക്കറിയാം ആർമേച്ചർ കോർ എന്ന് പറഞ്ഞതാണ്, ഇറ്റ്സ് എ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ മെയിനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്, നമ്മളറിയാം ഹിസ്റ്ററിസിസ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള മെറ്റീരിയലാണ് എന്തായിട്ട് യൂസ് ചെയ്യേണ്ടത്, കോറായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, സിലിക്കൺ സ്റ്റീൽ ഉണ്ട്, കോപ്പർ ഉണ്ട്, നോൺ ഫെറസ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞതാണ് സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ആർമേച്ചർ കോർ ഓഫ് DC ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ. സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ അതിന് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണ്. അത് മാത്രമല്ല എന്താണ്, ഹിസ്റ്ററിസിസ് ലോസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് 52nd ക്വസ്റ്റ്യൻ. ദ EMF ജനറേറ്റഡ് ഇൻ എ DC ജനറേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഓക്കെ. ഒരു DC ജനറേറ്ററിൻ്റെ EMF ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. നമുക്കറിയാം ഇക്വേഷൻ എന്താ, EG ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 5ZNP ഡിവൈഡഡ് ബൈ 60A. 5ZNP/60A ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ 5 എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് പെർ പോൾ. Z എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. N എന്ന് വെച്ചാൽ സ്പീഡ്. P എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് പോൾസ്. A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, നമ്പർ ഓഫ് പോൾ ഉണ്ട്, ഫ്ലക്സ് പെർ പോൾ ഉണ്ട്, സ്പീഡ് ഓഫ് ആർമേച്ചർ ഉണ്ട്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ നോക്കിയേ ഓപ്ഷൻ നോക്കിയേ, നമ്പർ ഓഫ് പോൾ എന്ത് ചെയ്യുന്നുണ്ട്, P ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫ്ലക്സ് പെർ പോൾ F ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്പീഡ് ഓഫ് ആർമേച്ചർ N ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ഓൾ ഓഫ് ദീസ്. അപ്പോൾ EMF ജനറേറ്ററിൻ്റെ ഇക്വേഷൻ 5ZNP/60A. അപ്പോൾ എല്ലാ ഓപ്ഷനും അതിനകത്ത് വരുന്നതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ് 53rd ക്വസ്റ്റ്യൻ. ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ആർമേച്ചർ ഓഫ് ദ DC ജനറേറ്റർ ഈസ് ബേസിക്കലി. ഓക്കെ. ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന EMF, ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന EMF അല്ല, ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMF ഏതായിരിക്കും? ഓപ്ഷൻസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC, രണ്ടാമത്തെ
ഓപ്ഷൻ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ എ സി ആണ്. ആദ്യത്തെ ഓപ്ഷൻ എ സി. രണ്ടാമത്തെ ഓപ്ഷൻ ഡയറക്റ്റ് കറണ്ട് ഡി സി. മൂന്നെന്താ? ഓസിലേറ്റിംഗ് കറണ്ട്. 4 പൾസേറ്റിംഗ് കറണ്ട്. നമുക്കറിയാം എന്താ ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന എന്താണ്? ഓൾട്ടർനേറ്റ് എ സി ആണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്താക്കി മാറ്റുന്നത്? എ സിനെ ഡി സി ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇ എം എഫ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതായിരിക്കും? എ സി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് എവിടെ ഉണ്ടാവുക? ഒരു ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. 54th ക്വസ്റ്റ്യൻ. എ ലാപ്പ് വൈൻഡിങ് ഈസ് മെയ്ഡ് ഇൻ എ മെഷീൻ ഫോർ. ലാപ്പ് വൈൻഡിങ് ഏത് ടൈപ്പിന് വേണ്ടിയിട്ടാണ് ലാപ്പ് വൈൻഡിങ് യൂസ് ആകുന്നത്? ഓപ്ഷൻസ് ഏതാ? ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് ലോ കറണ്ട്, ലോ വോൾട്ടേജ് ലോ കറണ്ട്, ഹൈ വോൾട്ടേജ് ലോ കറണ്ട്, ഹൈ കറണ്ട് ലോ വോൾട്ടേജ്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹൈ കറണ്ട് ലോ വോൾട്ടേജിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ്. അതുപോലെ വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ വോൾട്ടേജ് ലോ കറണ്ട്. ഹൈ വോൾട്ടേജ് ലോ കറണ്ടാണ് വേവ് വൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലാപ്പ് വൈൻഡിങ്ങിന് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ആണ് ആവണമെങ്കിലാണ് എന്തുകൊണ്ട് യൂസ് ചെയ്യുക? ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ലാപ്പ് വൈൻഡിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ആണ് ലാപ്പ് വൈൻഡിങ്, ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആണ് എന്ത്? വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് 55th ക്വസ്റ്റ്യൻ. ഇൻ എ 4-pole സിംപ്ലക്സ് ലാപ്പ് വൗണ്ട് ആർമേച്ചർ ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ 4-pole സിംപ്ലക്സ്, 4-pole ആണ്, അതുകൂടാണ് എന്താണ്? സിംപ്ലക്സ് ആണ്, ലാപ്പ് വൗണ്ട് ആണ്. ഓക്കെ. ആർമേച്ചർ ദ നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഒരു ലാപ്പ് വൈൻഡിങ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ലാപ്പ് വൈൻഡിങ് ഇക്വേഷൻ എന്താ? എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എം ഇൻറ്റു പി ആണ്. എം ഇൻറ്റു പി. അതിൽ എം എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1, ഡ്യൂപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 2, ട്രിപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 3, ക്വാഡ്രോപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ. അതിൽ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. ഇപ്പോൾ ഇവിടെ ഏത് വൈൻഡിങ് തന്നിട്ടുണ്ട്? സിംപ്ലക്സ് വൈൻഡിങ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സിംപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 ഇൻറ്റു നമ്പർ ഓഫ് പോൾസ്. എത്ര നമ്പർ ഓഫ് പോളാണ് തന്നിട്ടുണ്ട്? 4 പോൾ മെഷീനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 4. ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ആൻസർ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾ ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ ഏത് പ്ലക്സ് ആണെന്നുള്ളത്. ഓക്കെ. 56th ക്വസ്റ്റ്യൻ. ബ്രഷ് ഷിഫ്റ്റിംഗ് ഈസ് ഡൺ ഇൻ എ ഡി സി ജനറേറ്റർ. ബ്രഷ് ഷിഫ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഡി സി ജനറേറ്റർ ബ്രഷ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നതിന് ഓപ്ഷൻസ്: ന്യൂട്രലൈസ് ദ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്, ന്യൂട്രലൈസ് ദ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്, ആൾട്ടർ ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ്, ഡി ആൾട്ടർ ദ ഇന്റർപോൾ ഫ്ലക്സ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്കറിയാം ബ്രഷ് ഷിഫ്റ്റിംഗ് എവിടെയാണ് വരുന്നത്? നമുക്കറിയാം ആർമേച്ചർ റിയാക്ഷൻ കാരണം. ആർമേച്ചർ റിയാക്ഷന് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 എഫക്റ്റ് ആണുള്ളത്. ഒന്ന് ക്രോസ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്, ഒന്ന് ഡീമാഗ്നറ്റൈസേഷൻ ഉണ്ട്. ഡീമാഗ്നറ്റൈസേഷൻ കാരണം എന്ത് സംഭവിക്കും? മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്ത് ചെയ്യും? കുറയും. നേരെ മറിച്ച് ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണമോ? ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ആക്സിസ് അല്ലെങ്കിൽ MNA ആക്സിസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബ്രഷ് ആക്സിസ്, MN ആക്സിസിലാണ് എന്തുള്ളത്? ബ്രഷ് ആക്സിസ് ഉള്ളത്. അപ്പോൾ ബ്രഷ് ആക്സിസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂട്ടേഷൻ നടത്തുമ്പോൾ സംഭവിക്കും? അവിടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് വയ്ക്കുമ്പോൾ നോക്കിയതാണ്. സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ സ്പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? MNA ആക്സിസ് ഷിഫ്റ്റ് ചെയ്യുന്ന കൂടെ തന്നെ ആര് ഷിഫ്റ്റ് ചെയ്യണം? ബ്രഷ് ആക്സിസും കൂടി ഷിഫ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷിന് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ബ്രഷ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണമാണ് MNA ആക്സിസ് ചേഞ്ച് ആവുന്നത്. ആ ചേഞ്ച് ആകുമ്പോൾ ബ്രഷ് ആക്സിസും കൂടി എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രഷ് ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. കാരണം ക്രോസ് മാഗ്നറ്റൈസേഷൻ്റെ എഫക്റ്റ് കാരണമാണ് MNA ആക്സിസ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ വേണമെങ്കിൽ, കമ്മ്യൂട്ടേഷൻ സ്പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബ്രഷും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്. ആൻസർ എന്താണ്? ന്യൂട്രലൈസ് ദ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ ബ്രഷ് ഷിഫ്റ്റിംഗ് ഈസ് ഡൺ in the DC generator to neutralize the cross magnetization effect. Okay. Next 57th question.
ഇന്റർപോൾസ് ആർ യൂഷ്വലി വൗണ്ട് വിത്ത്. ഇന്റർപോൾസ് ആർ യൂഷ്വലി വൗണ്ട് വിത്ത്. നമുക്കറിയാം സ്പാർക്ക്ലെസ് കമ്പ്യൂട്ടേഷനിൽ വേറൊരു മെത്തഡാണ് എന്ത്, ഇന്റർപോൾസ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്റർപോൾസിൽ ഏത് വൈൻഡിങ് ആണ് ഇന്റർപോൾസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്താണ്? വെരി ഫൈൻ ഗേജ് സൂപ്പർ എനാമൽഡ് കോപ്പർ വയർ, വെരി ഫൈൻ ഗേജ് സൂപ്പർ എനാമൽഡ് കോപ്പർ വയർ, ഹെവി ഗേജ് സൂപ്പർ എനാമൽഡ് കോപ്പർ വയർ, ഇൻസുലേഷൻ കവേർഡ് ബ്രാസ് വയർ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതറിയണം നമുക്ക്. എന്താ പറയുക, ഇന്റർപോൾസ് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് അറിയണം. ഇന്റർപോൾസ് എങ്ങനെ കണക്ട്, ഇന്റർപോൾസ് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്? ഇന്റർപോൾസ് കണക്ട് ചെയ്തേക്കുന്നത് ആർമേച്ചറിന് സീരീസ് ആയിട്ട്. നമുക്കറിയാം ആർമേച്ചറിൽ കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വെച്ചാൽ ലോഡ് കറണ്ട് IL അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് IA ഒക്കെ ഫ്ലോ ചെയ്യുന്നത് എവിടെയാണ്? ആർമേച്ചർ വൈൻഡിങ്ങിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആർമേച്ചർ കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് ആയിരിക്കും DC ജനറേറ്ററിൽ കൂടുതൽ വരിക. ഓക്കെ, ഹൈ കറണ്ട് ആയിരിക്കും അത്. അപ്പോൾ ഹൈ കറണ്ട് ഒരു വൈൻഡിങ്ങിൽ പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ തിക്നെസ് എന്തായിരിക്കണം? ഹെവി ഗേജ് ആയിരിക്കണം, അല്ലെങ്കിൽ തിക്നെസ് കൂടിയ വയറാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഇന്റർപോൾസ് വൈൻഡിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ആർമേച്ചർ കറണ്ട് എന്തിലൂടെ ഫ്ലോ ചെയ്യണം? ഇന്റർപോൾ വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്റർപോൾഡ് വൈൻഡിങ്ങിൻ്റെ തിക്നെസ് എന്തായിരിക്കണം? കൂടുതൽ തിക്നെസ് ഉള്ള വയറായിരിക്കണം. അപ്പോൾ ഇന്റർപോൾ വൈൻഡിങ് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും ഹെവി ഗേജ് ഉള്ള വയറാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? ഇന്റർപോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഹെവി ഗേജ് സൂപ്പർ എനാമൽഡ് കോപ്പർ വയറാണ് ഇന്റർപോൾ വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 58th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ജനറേറ്റർ ഗീവ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് അറ്റ് ഓൾ ലോഡ്സ്? 4 ജനറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ 4 ജനറേറ്ററിൽ എല്ലാ ലോഡിലും കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് തരുന്നത് ഏത് ജനറേറ്ററാണ്? ഓപ്ഷൻസ്: സീരീസ് ജനറേറ്റർ ഉണ്ട്, ഷണ്ട് ജനറേറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഉണ്ട്, ലെവൽ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് ഷണ്ട് ജനറേറ്റർ ആണ് എന്ത്, കോൺസ്റ്റന്റ് വോൾട്ടേജ് തന്ന ജനറേറ്റർ. നമ്മൾ നേരത്തെ ഒരു ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷണ്ട് ജനറേറ്റർ ക്ലിക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. പക്ഷേ നമുക്കറിയാം ഒരു ഓപ്ഷൻസ് നോക്കുക. സീരീസ് ജനറേറ്റർ ഉണ്ട്, ഷണ്ട് ഉണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഉണ്ട്, ലെവൽ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കണം. ഓക്കെ, ഇത് സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ, ലെവൽ കോമ്പൗണ്ട് ജനറേറ്റർ, അണ്ടർ കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് എന്ന് വിചാരിക്കാം. റേറ്റഡ് വോൾട്ടേജ്. ഈ ക്വസ്റ്റ്യനിൽ ലെവൽ കോമ്പൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ആൻസർ ഏതായിരുന്നു? ഷണ്ട് ജനറേറ്റർ ആണ് എന്ത് വരിക? ആൻസർ വരിക. പക്ഷേ ലെവൽ കോമ്പൗണ്ട് ആണ് എന്ത് വരുന്നത്? ഷണ്ട് ജനറേറ്ററിനേക്കാളും, അതായത് ഇതാണ് ലെവൽ കോമ്പൗണ്ട്, അതിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്? ഷണ്ട് ജനറേറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ നിയർലി കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടുന്നത് ഏതാണ്? ലെവൽ കോമ്പൗണ്ട് ആണ് ഏറ്റവും നന്നായിട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജിലോട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഷണ്ട് ജനറേറ്റർ വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഷണ്ട് ജനറേറ്ററും ലെവൽ കോമ്പൗണ്ട് രണ്ടും ഉണ്ടെങ്കിൽ ആൻസർ ഏതായിരിക്കും? ലെവൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ലെവൽ കോമ്പൗണ്ട് ഇല്ല, വേറെ ഏതെങ്കിലും ജനറേറ്റർ ആണുള്ളത്, ഷണ്ട് ജനറേറ്റർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഷണ്ട് ജനറേറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാം. ഇപ്പോൾ ഷണ്ട് ജനറേറ്റർ ഉണ്ട്, ലെവൽ കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ലെവൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് 59th ക്വസ്റ്റ്യൻ. ഇൻ എ ലാപ്പ് വൈൻഡിങ് ദ നമ്പർ ഓഫ് ബ്രഷസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു. ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് ബ്രഷസ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്തിന് ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് ബ്രഷസ് കാരണം ഒരു പാരലൽ പാത്തിന് ഒരു ബ്രഷ് എന്നുള്ള കൺസെപ്റ്റിലാണ്. നമ്പർ ഓഫ് ബ്രഷസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഓക്കെ, എത്ര പാരലൽ പാത്ത് ഉണ്ടോ അത്ര നമ്പർ ഓഫ് ബ്രഷസ് വേണം. നമ്പർ ഓഫ് പാരലൽ പാത്ത് എത്രയാണ്? ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ A ഈക്വൽ ടു P ആണ്, നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ബ്രഷസ് തന്നെ ആയിരിക്കും നമ്പർ ഓഫ് പോൾസ്. ആൻസർ എന്ന് പറഞ്ഞത് A, നമ്പർ ഓഫ് പോൾസ്. ഇൻ എ ലാപ്പ് വൈൻഡിങ് ദ നമ്പർ ഓഫ് ബ്രഷസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, നെക്സ്റ്റ് 60th ക്വസ്റ്റ്യൻ. The terminal voltage of a dash generator vary widely with changes in load current. താഴെ 3 ജനറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 ജനറേറ്ററിൽ ഏത് ജനറേറ്ററാണ് ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വോൾട്ടേജ് വൈഡായിട്ട് ചേഞ്ച് ചെയ്യുന്നത്, ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുന്നത്, നല്ല രീതിയിൽ ചേഞ്ച് വരുന്നത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ്: ഷണ്ട് ഉണ്ട്. ഷണ്ട് നമുക്കറിയാം എന്താണ്? നിയർലി കോൺസ്റ്റന്റ് ആണ്, വലിയ ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ ഷണ്ട് തെറ്റാണ്. ലെവൽ കോമ്പൗണ്ട് അതും തന്നെയാണ്, നിയർലി കോൺസ്റ്റന്റ് തന്നെയാണ്, ഷണ്ടിനേക്കാളും കോൺസ്റ്റന്റ് ആണ് അത് ലെവൽ കോമ്പൗണ്ട്. അപ്പോൾ ലെവൽ കോമ്പൗണ്ടും വൈഡായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. നൺ ഓഫ് ദിസ്. പിന്നെ സീരീസ് ഉണ്ട്. ഇപ്പോൾ സീരീസ് ജനറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്?
ഈ 3 ജനറേറ്റർ കൂടി കമ്പയർ ചെയ്യുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് ലോഡ് കറണ്ട് അനുസരിച്ച് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത് ആരാണ്? സീരീസ് ജനറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സീരീസ് ജനറേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ സെൽഫ് എക്സൈറ്റഡ് ഡി സി ഷണ്ട് ജനറേറ്റർ ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. ഒരു ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മൾ 4 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഫീൽഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അതായത് ഫീൽഡ് റെസിസ്റ്റൻസ് RF ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് RC. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അതായത് RA, ആർമേച്ചർ റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത് സ്പീഡ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ സ്പീഡ്. അതായത് മോട്ടറിൻ്റെ ജനറേറ്ററിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത് N ഷുഡ് ബി ലെസ് ദാൻ NC. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ, ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് RF ഗ്രേറ്റർ ദാൻ RC. ഓക്കെ, ഇതാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആദ്യം റെസിഡ്വൽ മാഗ്നറ്റിസം ഉണ്ട്. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് പറഞ്ഞാണ്. ആദ്യം എന്താണ്? റെസിഡ്വൽ മാഗ്നറ്റിസം ഉണ്ടാവണം. രണ്ടാമത്തെ എന്തായിരിക്കണം? ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ പ്രോപ്പർ കണക്ഷൻ ആയിരിക്കണം. പ്രോപ്പർ കണക്ഷൻ, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം. ഓക്കെ, RF ഷുഡ് ബി ലെസ് ദാൻ RC. നാലാമത്തെ ഓപ്ഷൻ എന്താ? സ്പീഡ് ഓഫ് ദ ആർമേച്ചർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ സ്പീഡ്. ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും. ഈ 4 കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള 4 കണ്ടീഷൻസ് ആണ്. ഓപ്ഷൻ നോക്കാം, ഏത് ഓപ്ഷനാണ് വരുന്നത്? ആർമേച്ചർ റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസ് നമ്മൾ ബാധിക്കുന്നേ ഇല്ല, അത് വേണ്ട. സ്പീഡ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ സ്പീഡ്. നമ്മൾ കണ്ടീഷൻ എന്താ? സ്പീഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ സ്പീഡ്. ആ കണ്ടീഷനും തെറ്റാണ്. ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അതായത് RF ഗ്രേറ്റർ ദാൻ RC ആണ്. പക്ഷേ ആക്ച്വലി എന്തുവാണ്? RF ലെസ് ദാൻ RC ആണ് വേണ്ടത്. അപ്പോൾ ആൻസർ തെറ്റാണ്. ഫസ്റ്റ് ആൻസർ നോക്കിയാൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് RF ഷുഡ് ബി ലെസ് ദാൻ RC. ആൻസർ എന്ന് പറഞ്ഞത് A ആണ്. അപ്പോൾ ഒരു DC ഷണ്ട് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള 4 കണ്ടീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ട് വരുന്നുണ്ട്. ആ 4 കണ്ടീഷൻ കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 62nd ക്വസ്റ്റ്യൻ. The resistance of shunt field winding of DC generator is about. ഒരു DC ഷണ്ട് ജനറേറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 വൈൻഡിങ് ആണ് ജനറേറ്ററിനുള്ളത്. ആർമേച്ചർ റെസിസ്റ്റൻസും ആർമേച്ചർ വൈൻഡിങ്ങും അതേപോലെ ഫീൽഡ് വൈൻഡിങ്. ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതായത് ലെസ് ദാൻ നോർമലി 1 ohm ഒക്കെയാണ് വരിക. RFൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ohm ആ റേഞ്ചിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും, RFൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എന്താ ചോദിച്ചേക്കുന്നത്? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫീൽഡ് വൈൻഡിങ് ആണ് ചോദിച്ചേക്കുന്നത്. RSHൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ RSHൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 ohm ഉണ്ട്, ചെറിയ വാല്യൂ ആണ്. 0.2 ചെറിയ ആണ്, 2 ചെറുതാണ്. ആൻസർ ഇതായിരിക്കും 200 ohm ആണ് നമ്മുടെ ആൻസർ വരിക. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് പറഞ്ഞത് ഏകദേശം 100 മുതൽ ഒരു 500 ohmൻ്റെ റേഞ്ചിലൊക്കെ ആര് വരും? ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് വരും. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞത് 200 ohm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം വോൾട്ടേജ് ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു. അതായത് 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞപ്പോൾ എത്രയായിരിക്കും? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. 15 വോൾട്ടിൽ കൂടാൻ പാടില്ല. ദ മാക്സിമം വോൾട്ടേജ് ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു 15 volt. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ദ മാക്സിമം വോൾട്ടേജ് ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഈസ് ലിമിറ്റഡ് ടു 15 volt. 15 വോൾട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. നെക്സ്റ്റ് 64th ക്വസ്റ്റ്യൻ. ദ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾ ഇൻ എ DC ജനറേറ്റർ. ഒരു DC ജനറേറ്ററിൻ്റെ ഇന്റർപോളിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും? നമ്മൾ മുമ്പ് നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇതായിരിക്കും മെയിൻ പോളിൻ്റെ അതേ പൊളാരിറ്റി ആയിരിക്കും അഹെഡ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അഹെഡ് ആയിട്ടുള്ള മെയിൻ പോളിൻ്റെ അതേ പൊളാരിറ്റി തന്നെ ആയിരിക്കും. അത് മെയിൻ പോൾ നോർത്ത് ആണെങ്കിൽ ഇന്റർപോൾ തന്നെ ആയിരിക്കും നോർത്ത് തന്നെ ആയിരിക്കും. അതാണ് ആൻസർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ പോൾ അഹെഡ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, പൊളാരിറ്റി ഓഫ് ഇന്റർപോൾ. നെക്സ്റ്റ് 65th ക്വസ്റ്റ്യൻ. സീരീസ് ജനറേറ്റർ ഈസ് സൂട്ടബിൾ ഫോർ. സീരീസ് ജനറേറ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ,
എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഡി സി സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബൂസ്റ്റർ സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡി സി സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ബൂസ്റ്റർ ഇൻ ലോങ് ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ബൂസ്റ്റർ ഇൻ ലോങ് ഡി സി ട്രാൻസ്മിഷൻ ലൈനിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജനറേറ്ററിൻ്റെയും മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പഠിച്ചു വെച്ചേക്കുക. വെൽഡിംഗ് ജനറേറ്റർ, വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യലി കോമ്പൗണ്ട്. ബാറ്ററി ചാർജറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡി സി ഷണ്ട്. ഓർഡിനറി ലൈറ്റിങ്ങിനും ഡി സി ഷണ്ട് ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പെഷ്യൽ കേസ് വരുന്നത് സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ബൂസ്റ്റർ ഇൻ ലോങ് ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 66th ക്വസ്റ്റ്യൻ. എ ഷണ്ട് ജനറേറ്റർ ഗീവ്സ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് വോൾട്ടേജ് അറ്റ്. ഒരു ഷണ്ട് ജനറേറ്ററിൻ്റെ മാക്സിമം വോൾട്ടേജ് എപ്പോഴാണ് കിട്ടുക? നമുക്കറിയാം എന്താ, ലോഡ് കൂടുന്ന സമയത്ത് ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താ? ലോഡ് കൂടുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നോ ലോഡിൽ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് കിട്ടും, ലോഡ് കൂടുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഏറ്റവും മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് എപ്പോഴാണ് ഉണ്ടാവുക? ലോഡ് കറണ്ട് സീറോ ആകുന്നത് വെച്ചാൽ ലോഡ് സീറോ ആകുമ്പോഴാണ് എന്തുണ്ടാവുക? വോൾട്ടേജ് മാക്സിമം ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഡി സി ഷണ്ട് ജനറേറ്റർ ഗീവ്സ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് വോൾട്ടേജ് അറ്റ് നോ ലോഡ്. ലോഡ് കൂടുമ്പോൾ വോൾട്ടേജ് എന്തായിക്കൊണ്ട് പോകും? കുറഞ്ഞ് വരും. അപ്പോൾ നോ ലോഡിലാണ് എന്തുണ്ടാവുക? റേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് 67th ക്വസ്റ്റ്യൻ. നോ ലോഡ് സാച്ചുറേഷൻ ക്യാര ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ആൾസോ നോൺ ആസ്. ഇപ്പോൾ ജനറേറ്റർ നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഓപ്പൺ സർക്യൂട്ട് ക്യാര, അതേപോലെ ഇൻറ്റേർണൽ ക്യാര, അതേപോലെ എക്സ്റ്റേണൽ ക്യാര. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. നോ ലോഡ് ഓപ്പൺ സർക്യൂട്ട് ക്യാരയുടെ വേറൊരു പേരുകളാണെന്ത്? നോ ലോഡ് സാച്ചുറേഷൻ ക്യാര അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ക്യാര എന്നൊക്കെ പറയും. ചോദിച്ചെന്താ? നോ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ജനറേറ്റർ ഈസ് ആൾസോ നോൺ ആസ്. നോ ലോഡിൻ്റെ വേറെ പേരാണ് എന്ത്? ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് 68th ക്വസ്റ്റ്യൻ. ദ യോക്ക് ഓഫ് സ്മോൾ ഡി സി മെഷീൻ ഈസ് മേഡപ്പ് ഓഫ്. ഒരു ഡി സി മെഷീൻ്റെ യോക്ക് ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ ഏതാണ്? നമുക്കറിയാം ലാർജ് മെഷീൻസിൽ കാസ്റ്റ് സ്റ്റീലും ചെറിയ ഡി സി മെഷീനിൽ എന്താണ്? കാസ്റ്റ് അയൺ മെറ്റീരിയലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? യോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു യോക്ക് ഓഫ് ഡി സി സ്മോൾ മെഷീൻ, സ്മോൾ ഡി സി മെഷീനിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ മെറ്റീരിയലാണ്. നെക്സ്റ്റ് 69th ക്വസ്റ്റ്യൻ. ഇന്റർപോൾ ഇൻ ഡി സി മെഷീൻ ആർ യൂസ്ഡ് ഫോർ. എന്തിനാണ് ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡയറക്റ്റ് ഏതാ? കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്ത് സ്പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. ഇന്റർപോൾ ഇൻ ഡി സി മെഷീൻ ആർ യൂസ്ഡ് ഫോർ ഇംപ്രൂവിങ് ദ കമ്മ്യൂട്ടേഷൻ. 70th ക്വസ്റ്റ്യൻ. ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഓഫ് ഡി സി ജനറേറ്റർ ആർ ഇൻസുലേറ്റഡ് ബൈ. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഓഫ് ഡി സി ജനറേറ്റർ ഇൻസുലേറ്റഡ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ ഏതാണ്? കമ്മ്യൂട്ടേറ്റർ ഉണ്ടാക്കിയേക്കുന്നത് എന്ത് മെറ്റീരിയലാണ്? കാർബൺ മെറ്റീരിയലാണ് കമ്മ്യൂട്ടേറ്റർ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചെന്താ? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്, രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ ഇടയിൽ ഉള്ള ഇൻസുലേഷൻ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചത്. നമുക്കറിയാം എന്താ പഠിച്ചിട്ടുണ്ട്, മൈക്ക ഇൻസുലേഷൻ ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ ഇടയിൽ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഓഫ് ഡി സി ജനറേറ്റർ ആർ ഇൻസുലേറ്റഡ് ബൈ മൈക്ക. ഓക്കെ, ഓപ്ഷൻ എ മൈക്കയാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം 70 ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ നോക്കിയത്? ഡി സി ജനറേറ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് നമുക്ക് നോക്കിയത്. അപ്പോൾ ഡി സി ജനറേറ്റർ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഇതിലേക്ക് പോവാണ്. ഡി സി മോട്ടറും കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.